ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് ചെറിയൊരു വ്ളോഗാണ്. ഇന്ന് ഉച്ചക്ക് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ബിരിയാണിയുടെ ഫുൾ വീഡിയോ ഒന്നുമില്ല. മസാല ഒക്കെ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്കുള്ള റൈസ് നെയ്ച്ചോറ് രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ബിരിയാണി ദമ്മിടാൻ വെച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ നല്ല ചൂട്, അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോൾ ഇവിടെ ഉച്ചയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചക്ക് നമുക്ക് ചോറ് കഴിക്കാനായിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി ദമ്മ് പൊട്ടിക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ ബിരിയാണി ദമ്മൊക്കെ പൊട്ടിച്ച് നന്നായി മിക്സാക്കി എടുക്കുകയാണ് ചെയ്യണത്. നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്കായിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോക്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ. അപ്പോൾ ഇതാ ബിരിയാണിയൊക്കെ ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഓരോരോ പ്ലേറ്റിലേക്കായിട്ട് നമ്മളിത് സെർവ് ചെയ്യാണ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പം ഞങ്ങളിത് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ടി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അച്ചാർ. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ബിരിയാണി ആയിരുന്നു. ചോറൊക്കെ റൈസൊക്കെ പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത ഒരു ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഉച്ചക്ക് ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വൈകുന്നേരം സ്നാക്സായിട്ട് ഞങ്ങൾ നോമ്പിന് വാങ്ങി വെച്ചിട്ടുള്ള സമൂസ ഷീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതായിട്ട് കുറച്ച് സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ സമൂസ ഉണ്ടാക്കിയതിന് ശേഷം ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ എത്തുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.